ഹലോ ഗൈസ്, അപ്പം വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് ക്രിസ്മസ്. എന്താണ് നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കാൻ പോവല്ല, വെക്കാൻ പോവാണ് അല്ലേ? അതെ അതെ, ക്രിസ്മസ് ട്രീ വെക്കാൻ പോവാണ്. നമ്മൾ ഫ്ലാറ്റിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. ആക്ച്വലി നമ്മുടെ ഫ്ലാറ്റില്ല, നമ്മൾ റെന്റാണ്. അത് കാണും കേട്ടോ, നമ്മൾ റെന്റ് താമസിക്കുന്ന ഫ്ലാറ്റാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യണം, ക്രിസ്മസ് കാര്യങ്ങൾ ഫുൾ മൊത്തത്തിലൊരു വൈബ് ആക്കണമെന്ന്. അപ്പം നമ്മൾ ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന്. ആദ്യം നമ്മളിവിടെ അടിക്കാൻ പോവാണ്. കാരണം കുറച്ച് കാലത്തേക്ക് ഇനി ഏകദേശം ഒരു മാസത്തേക്ക് ഇനി ഈ ഭാഗം തൊടില്ലല്ലോ, അടിക്കാനും തുടക്കാനും പറ്റാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ ക്ലീൻ ആക്കാൻ പോവാണ്. ക്ലീൻ ആണ് ആക്ച്വലി, ബട്ട് ദെൻ നമ്മളൊരു പൈൻ കോഡ് ഉണ്ട്, ചെറിയുണ്ട്, പ്ലസ് ഒരു സ്നോ, അതായത് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ഉണ്ട് ട്രീക്ക്. നമ്മൾ ട്രീ എല്ലാം ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റേ ചെറീസ് ആൻഡ് പൈൻസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ട്രീയുടെ പ്രത്യേകത. ഏകദേശം നമ്മൾ ട്രീ സെറ്റാക്കി. അതുപോലെ അവിടെ ആ വിൻഡോൻ്റെ അവിടെ കുറച്ച് ഹാങ്ങിങ്സും വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള കോലാണ് നമ്മുടെ ഹാളിൻ്റെ. ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് വെച്ചേക്കുന്നത്. മീന ചേച്ചി വകയാണ് ഇവിടേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ്. സോ എല്ലാരും വരിക. 4 മണിക്ക് തുടങ്ങിയതാണ്, ഇതുവരെ തീർന്നില്ല. ക്രിസ്മസ് ട്രീ മാത്രം തീർന്നു ഗൈസ്. ഇനി ഇവിടെ കണ്ട ഫുൾ അലമ്പാട്. ടോപ്പില് ഇതില്ലാത്തോണ്ട് നമ്മൾ തന്നെ മുറുക്കിയാണ്. അല്ലേ നമ്മളവിടെ കളി. ഓക്കെ, ഇപ്പൊ വട്ടമുണ്ട്, നമുക്ക് വെക്കാം. ഒരു മിനിറ്റ്. ചേച്ചി നമ്മളപ്പോൾ പാട്ടെല്ലാം വെച്ച് ഒരു ക്രിസ്മസ് വൈബ് അടിച്ചു. അപ്പോഴാണ് നമ്മുടെ ലൈറ്റിൻ്റെ അതിൽ കുറച്ച് സ്റ്റാർസ് ഉണ്ട് കേട്ടോ. ആ സ്റ്റാർസ് പോയത്. അപ്പം ഞാൻ വിചാരിച്ചു സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. അങ്ങനെ ഞാൻ ഒട്ടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നൈസായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നിലത്തോട്ട് പോയി. അപ്പം ഞാനത് ആരും കാണാണ്ട് കാല് വെച്ച് തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ എനിക്ക് മനസ്സിലായി എൻ്റെ കൈയും ആ സൂപ്പർ ഗ്ലൂവിൻ്റെ കൂടെ ഒട്ടിയെന്ന്. നിങ്ങൾ ആ എക്സ്പ്രഷൻ നോക്കണേ ഗൈസ്. മീന ചേച്ചി കോളിലായിരുന്നു. അപ്പോൾ കോള് കഴിയാൻ ഞാൻ മെല്ലെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇത് പറയണമല്ലോ ഒട്ടി എന്നുള്ളത്. അത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടാണോ അത് ഒട്ടിയെന്ന് എനിക്ക് ഇപ്പം സംശയമുണ്ട്. മാംസത്തോടു കൂടി വരൂല്ലേ?
സാനിറ്റൈസർ ആണല്ലോ. അതിന്റെ എഫക്റ്റ് പവർ പോലെ പോലെ ആണോ? കുറച്ച് നേരം ഇരിക്കട്ടെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ശ്വാസപ്പെടും. അപ്പൊ പിന്നെ ചെയ്തില്ല. മന്ദിരത്തില് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടെന്ന്. അത് കുറച്ച് ദിവസം കാണും. അതെ, ഇവിടെ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഉറപ്പല്ലേ? ഓ, ഇതുണ്ടായിരുന്നല്ലേ. ഞാൻ അതിലൊറ്റയ്ക്ക് തൂക്കി ഇടണ്ടാന്നോർത്ത് ബേബി പിടിച്ചേ. അത് ഈ കൈ കൊണ്ട് ഇതിലിങ്ങനെ തൂക്കി പിടിച്ച് നിക്കട്ടെ. ഇതുണ്ടോ? അതായത് ഈ ഞാൻ പറയട്ടെ, ഈ രണ്ട് കൈ കൊണ്ട് എന്റെ ഇത് നീ ഇലക്ട്രിക് പോവാന്നാണ്. അത് പോകുന്നെങ്കിൽ പോട്ടെ, കൈ കൊണ്ടി. അതാണ് ഇപ്പൊ കുട്ടിയുടെ സംഭവം മനസ്സിലാക്കി. അതായത് ഈ രണ്ട് കൈ ഒട്ടിക്കണോ, പിന്നെ ഈ ഞാൻ ഓർത്തിട്ട് എവിടെയെങ്കിലും ഇരിക്കണോ. വേറെ ഒരു ബൗളിൽ ഇത് മുക്കി വെക്കാം. അതാ ഞാൻ മാംസം. അതുകൊണ്ടാണ് ലൈറ്റ് പോയാൽ കുഴപ്പമില്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? കൈ കുടിയണോ ലൈറ്റ് പോണോ? ലൈറ്റ് ഇനി ആലോചിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഒട്ടിക്കും ചേച്ചി. ഇതിന്റെ അറ്റത്ത് നിബ്ബ് തന്നേക്കുന്നത് എന്തിനാന്നറിയാമോ? അത് നിബന്ധനയാണേ. അപ്പൊ ബേബി എവിടെയാ പിടിച്ചത്? അടിയില്. ഇങ്ങനെ ആക്കിയപ്പോ എല്ലാം അവിടെ കൂടെ എന്റെ കയ്യിൽ വന്നു. ആണോ? അത് ഭയങ്കര ചേച്ചി ഒട്ടിച്ചാൽ മതി. നമുക്ക് സ്റ്റാർ വേണ്ട, ഇങ്ങനെ തന്നെ മതി. അതെ, അപ്പോൾ 2 സ്റ്റാർ ഒട്ടിക്കാനാണ്. 3 സ്റ്റാർ ഒട്ടിക്കാൻ എന്റെ 3 പേരിലാണ് ഞാൻ. മറ്റേ ദിലീപ് പറയുന്നില്ല, നിന്റെ പിന്നെ 5 കൊല്ലമാണ് ഞാൻ വെച്ചത്. 3 സ്റ്റാർ ഒട്ടിക്കാൻ 3 കൈയാണ് എന്റെ. വേറെ എടുക്കുന്നുണ്ടോ? ഇല്ല, അത് ഒട്ടീന്റെ ഒരു അതിപ്രസവം. ഏതെങ്കിലും ഒന്നൊന്നും കിട്ടുന്നെങ്കിൽ അങ്ങനെയാണ് ഇത് തന്നെ. ഞാൻ വെച്ചോ പാവം കുട്ടി ഒരെണ്ണത്തിൽ ഒട്ടിയിരിക്കുന്നു, ഇത് പിടിക്കാൻ പാടായുണ്ട്. അപ്പൊ ഇത് കൊറേ കുറച്ചുകൂടി പോയി. അത് പോവോ? ഒന്ന് കിട്ടി. ഇപ്പൊ ഇത് അയ്യോ, ഇതങ്ങോട്ട് എടുത്താലോ, അങ്ങോട്ട് ഇങ്ങനെ ആക്കിയാലോ? സീനാണല്ലേ. കുറച്ച് വേറെ എടുക്കുന്നുണ്ടെങ്കിൽ ആക്കിക്കോ, കുഴപ്പമില്ല. നല്ല നോക്കട്ടെ, ഒരു സാനിറ്റൈസർ ഒഴിച്ച് നോക്കട്ടെ. ഇത്രയും ഫണ്ണായിട്ടുള്ളൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരിക്കും. ആദ്യമായിട്ടാണ് എന്നെ പറഞ്ഞത്. ആദ്യത്തേത് ഭയങ്കര മെമ്മറബിളും ആയിട്ടുള്ള ഓർമ്മ ആയിക്കോട്ടെ. അങ്ങോട്ട് കൈ മുറിയിട്ടും കാണണം, ചോര കണ്ടു തുടങ്ങണം. ചുമ്മാ പറഞ്ഞു. കുറച്ചുകൂടി ഞാൻ പറയണേ, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കത്തിട്ട് ഒറ്റ വെട്ട്. അല്ല, അതാണ് കുറച്ചുകൂടി സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ അതിന് ദൃസാക്ഷിയാകാൻ ഞാനില്ല. അത് ഈ വീഡിയോയിൽ അറിഞ്ഞാ മതി. നമ്മൾ കത്തിയിലെ എന്തായി ശരിക്കും മുറിഞ്ഞു. ഓ, സക്സസ്ഫുൾ. കൺഗ്രാറ്റുലേഷൻസ്. ബാക്കിയുള്ള ലൈറ്റ്സ് സംഭവങ്ങളൊക്കെ ഇടാനായിട്ട് നിന്നു കേട്ടോ. കുറേ സ്റ്റാറിൻ്റെ ലൈറ്റ്സ് മേടിച്ചിരുന്നു. പിന്നെ പുറത്ത് ബാൽക്കണിയിൽ ഇടാനായിട്ട് ഒരു LED സ്റ്റാർ മേടിച്ചിരുന്നു. അത് പ്ലസ് നമ്മൾ ഇതുപോലെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഇരുന്ന് ഫിക്സ് ചെയ്യുമായിരുന്നു ഓരോന്നോരോന്നായിട്ട്. സോ അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീയും ലൈറ്റുകളും സംഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. ഇങ്ങനെ പുറത്ത് നമ്മൾ ബാൽക്കണിയിൽ ഒരു സ്റ്റാർ വെച്ചു. ഓൾസോ കുറച്ച് LED സ്റ്റാർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കയറ്റി വെച്ചു. പിന്നെ കുറേ ഇതുപോലെ ക്ലെയോറേന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് തട്ടിക്കൂട്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ
ഡെക്കോറായിട്ട് ഡെക്കറേറ്റ് ചെയ്തു, ടേബിളിലും ടി വി സ്റ്റാൻഡിലും എല്ലാം. ലുക്ക് ഗൈസ്. പിന്നെ നമ്മുടെ സോഫയും കുഷ്യൻസും ഒക്കെ ഓൾറെഡി നമ്മുടെ ക്രിസ്മസ് തീമുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരുന്നു. സോ അത് മാറ്റേണ്ടി വന്നില്ല, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ക്രിസ്മസ് ലുക്ക്. ആക്ച്വലി ലുക്ക് നമ്മുടെ അല്ല, ഫ്ലാറ്റിൻ്റെ. ഗൈസ്, ഫൈനലി ക്രിസ്മസ് ട്രീസ് അപ്പ്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആയി. പക്ഷെ ഇപ്പൊ സമയം കറക്റ്റ് 12:15. ഉച്ചക്ക് നമ്മള് 11 മണിക്ക് ഇറങ്ങിയതാണ് സാധനങ്ങൾ മേടിക്കാൻ. 11 to 11. അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്തു, പക്ഷെ എന്നാ പോലും കുറച്ചധികം പണിയെടുത്തു മൊത്തത്തിൽ. പക്ഷെ നല്ലൊരു അത് കഴിഞ്ഞു. മൊത്തത്തിൽ നല്ലൊരു വൈബാണ് പക്ഷെ, അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ബൈ. ഹാപ്പി ക്രിസ്മസ്. ബൈ.